ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റുക്കിയ ഉമ്മനെ കാണാതായ ആ ഒരു തുടക്കം മുതൽ തന്നെ അവരുടെ ലൈവ് കാണാതായ വിവരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ആളെന്നുള്ള രീതിയിൽ എന്നോടെപ്പോഴും എല്ലാവരും ചോദിക്കുകയാണല്ലേ ഓരോ വീഡിയോക്ക് താഴെയും ഉമ്മനെ കണ്ടു കിട്ടിയോ എന്ന് പുതിയ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഉമ്മാനെ കാണാതായിട്ടിപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുക. ഈ 21-ാം തീയതി ആകുമ്പോഴും, കഴിഞ്ഞ മാസം 21-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് 74 വയസ്സുള്ള അതായത് നമ്മുടെ പനമ്പുഴ റോഡിൽ, തിരുവങ്ങാടി പനമ്പുഴ റോഡിലുള്ള ഉമ്മനെ കാണാതാകുന്നത്. അവരുടെ വീട്ടഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കേത്തല മൊയ്തീൻ എന്ന് പറയുന്ന ഇക്കയുടെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മുടെ ഭാഗത്തുനിന്ന് മൊയ്തീനിക്കൻ്റെ ഭാര്യയായിട്ടുള്ള റുക്കിയ ഉമ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ജനങ്ങളിലേക്ക് അവരുടെ ഫോട്ടോ, അവരുടെ ഓരോരോ വിവരങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു വേദന ഉള്ളിലുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ചാണെങ്കിലൊക്കെ നമ്മളൊക്കെ ഏറ്റവും ആഗ്രഹിച്ചത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, നഗരസഭ അധികൃതരാണെങ്കിലും ട്രോമ കെയർ വളണ്ടിയേഴ്സ് ആണെങ്കിലും മറ്റ് നാട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ താനൂർ സ്റ്റേഷനിലുള്ള സാറന്മാർ, അതുപോലെ തന്നെ തിരുവങ്ങാടി സ്റ്റേഷനിലുള്ള സാറന്മാരൊക്കെ ഇതിന് വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് മലപ്പുറം SP അടക്കമുള്ളവർ ഇവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ശേഷമാണെങ്കിൽ പോലും എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും ഇല്ല എന്നുള്ളത് ആണ് എല്ലാവർക്കും പറയാനുള്ളത് എന്നുള്ളതാണ് തന്നെയാണ്. 100-100ഓളം സ്ഥലത്തെ CCTVകൾ അരിച്ചു പെറുക്കിയിട്ടും ഉമ്മൻ്റെ ഒരു പൊടി പോലും കാണാനില്ലാത്തൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഇപ്പോൾ നാട്ടുകാരൊക്കെ കൂടി വീണ്ടും ഒന്നിക്കുകയാണ് ശക്തമായ രീതിയിലുള്ള ഒരു തെരച്ചിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ തന്നെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും പെട്ടെന്ന് പ്രാർത്ഥിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും വേദന ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നമ്മളൊക്കെ ഉമ്മനെ പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് സങ്കടം. ഉമ്മ എവിടെ പോയതാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അന്തമില്ല. പലരും പറയുന്നത് ഉമ്മ മുന്നിന്ന് വണ്ടി കയറി പോയിട്ടുണ്ടാകും. അങ്ങനെ എന്താ പറയുക, സ്ഥലം എവിടെയാണെന്ന് അറിയാതെ എവിടെയെങ്കിലും പോയി ഇറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ഒരു സംശയങ്ങൾ. വണ്ടി കയറി പോയി എന്നുള്ള രീതിയിലാണ്, കൈ കാട്ടി ചിലപ്പോൾ കയറി പോയിട്ട് എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ, അതൊക്കെയാണ് സംശയങ്ങൾ. മോനായിട്ടൊന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്തായി മോൻ്റെ ഉമ്മാൻ്റെ വിവരം വല്ലതും കിട്ടിയോന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. എല്ലാവരും ചോദിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ഉമ്മ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്കിപ്പോഴും ഒരുപാട് പേര് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിലൂടെ, ഫേസ്ബുക്കിൻ്റെ പേജിൽ ആണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അതിനുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ പറയുന്നത് കാര്യം അതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വരും ദിവസങ്ങളിലെ വിവരങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുക. എന്തായാലും അന്വേഷണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇതിനൊരു കോട്ടം തട്ടിയിട്ടില്ല. ജനങ്ങളിപ്പോഴും നാട്ടുകാരിട്ടോ, ആ നാടിൻ്റെ ആളുകൾ, പ്രിയപ്പെട്ടവർ, അവരെല്ലാവരുടെ ഉള്ളിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് അന്വേഷണമൊന്നും എവിടെ നിൽക്കൂല. എന്തായാലും എല്ലാവരുടെ ആഗ്രഹം, ആവശ്യങ്ങളും അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഒരു മാസം പിന്നീടാണ് ഉമ്മ എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. വീട്ടിലിങ്ങനെ നിന്നുകൊണ്ട് നിന്ന ഒരു ഉമ്മനെ ഉച്ചയ്ക്ക് ശേഷം കാണാതാകുന്നു. 100ഓളം CCTVകൾ പരിശോധിച്ചിട്ടും ഒന്നും കാണുന്നില്ല. വളരെ 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 എന്താ പറയുക, അപൂർവങ്ങളിൽ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് അവരുടെ കുടുംബവും നാട്ടുകാരൊക്കെ പെടുത്തിട്ടുള്ളത്. ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, കാരണം അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പോൾ അവരാണല്ലോ നിയമപാലകർ. അവർക്കാണ് അധികാരം. നമ്മളൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണ്, നിയമപരമായ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നാണ് അവർ മുന്നോട്ട് ഇറങ്ങി ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടാവുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ ഭാഗത്തുനിന്നും മാക്സിമം ഉമ്മാനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും എന്തായാലും
നിങ്ങളോടൊക്കെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ പലരും ഇതിൻ്റെ അടിയിൽ വീഡിയോയിൽ കമൻറ്റൊക്കെ ഇടും, വലിച്ചു നീട്ടില്ല. ഉമ്മാനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടാകും. അപ്പോൾ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ്. എല്ലാവർക്കും ഉള്ളിനുള്ളിലൊരു വേദനയാണ് ഉമ്മാനെ കണ്ടെത്തുക പറ്റാത്തതിനെ കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആവശ്യം അതാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉമ്മയുടെ മുഖം വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഉമ്മാനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകം എന്താ പറയുക ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് അവർ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരെയും അറിയിക്കേണ്ടത്. എന്തായാലും നമുക്കെല്ലാവർക്കും ആഗ്രഹം എത്രയും പെട്ടെന്ന് ഉമ്മനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇന്ന് മോനെ കണ്ടപ്പോഴും എന്നോട് മോനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും കണ്ടെത്തണമെന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നാട്ടുകാരൊക്കെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരാൽ കഴിയുമ്പോൾ അവർ നോക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരും അറിയിക്കുക. ഇപ്പം നിലവിൽ കണ്ടെത്തിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പനമ്പുഴയിലടക്കം എല്ലാ സ്ഥലത്തും ഉമ്മനെ അന്വേഷിച്ച് ഇവരൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി പുഴയിൽ പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിനോട് അടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. കൂടുതൽ വിവരങ്ങൾ എന്തായാലും കിട്ടും. വിവരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും നിങ്ങൾ അപ്പം ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും ഇത് നമ്മളെ മനസ്സിൽ നിന്നൊന്നും വിട്ട കേസല്ല. പലരും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ശേഷം ലൈവ് കണ്ടില്ലല്ലോ, വീഡിയോ കാണുന്നില്ലല്ലോ, എന്നിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 100% നമ്മൾ എന്തുണ്ട് ഉമ്മാൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ ഉണ്ട്. എന്തായാലും കിട്ടും. നമ്മളൊക്കെ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ അതിനൊക്കെ മുൻപന്തിയിലുണ്ട്. ഇനിയിപ്പോൾ ഇക്കെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ മോന്. അപ്പോൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോകും, വിവരങ്ങൾ അറിയും, നിങ്ങളെല്ലാവരും അറിയിക്കും. അതുകൊണ്ട് ആരും എന്താ പറയുക സങ്കടപ്പെടല്. എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഉമ്മാനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വേറെ ഇതുപോലെ തന്നെ കാണാതായിട്ടുള്ളൊരു കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്നാലും ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അടിച്ചോളി. ഉമ്മാൻ്റെ വിവരങ്ങളും മറ്റുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഞാനിങ്ങനെ എത്തിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഒരിക്കലും കൂടി ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മാക്സിമം കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും പ്രാർത്ഥനകളും ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവില്ല, അവരെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. അപ്പം നിലവിൽ ഇതൊക്കെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നുള്ളത് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. ഇതാണ് പുതിയ അപ്ഡേറ്റ് ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്.